ഹായ് വെൽക്കം ഓൾ ടു ലെച്ചൂസ് എജു ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെച്ചൂസ് എജു ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ക്ലാസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രിയാമ്പിൾ അല്ലെങ്കിൽ ആമുഖം എന്താണ് എന്നുള്ളതാണ് പഠിച്ചു പോയത്. ഇന്നത്തെ ക്ലാസ് തീർച്ചയായിട്ടും അടുത്ത ടോപ്പിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ അതിനെക്കുറിച്ചുള്ള ക്ലാസ് ആണ്. ഞാൻ എല്ലാവരുടെയും കമൻറ്റ് ഇതുവരെയുള്ള കമൻറ്റ് ഫുൾ ഞാൻ വായിച്ചു. ഐ ആം സോ ഹാപ്പി. അതായത് നിങ്ങൾക്ക് പഠിക്കാനുള്ള നിങ്ങളുടെ ആ ഒരു ഉന്മേഷത്തിനും പഠിക്കാനായിട്ട് നിങ്ങൾ തയ്യാറായി കഴിഞ്ഞു എന്നുള്ളതൊക്കെ അറിഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി സന്തോഷം. അതിനിടയ്ക്ക് നമ്മുടെ ക്ലാസ് കണ്ട് സർവീസിൽ കയറിയ വ്യക്തികളുടെ കമൻറ്റ് കണ്ടു. അതിലുപരി സന്തോഷം. ജസ്റ്റ് നിങ്ങൾക്ക് അതൊന്നും ഇവിടെ ജസ്റ്റ് മെൻഷൻ ചെയ്യാൻ തോന്നിയത് തന്നെ നിങ്ങളുടെ മനസ്സിൻ്റെ വലിയ നന്മ, അതാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ. പിന്നെ ഒരു കമൻറ്റിൽ കണ്ടതെന്ന് വെച്ചാൽ, ഞാൻ സാധാരണ ക്ലാസ്സിൽ വർത്തമാനം പറയുകയോ ഹായ് ഹലോ ഒന്നും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുത് എന്ന് പറഞ്ഞ് അനുവിൻ്റെ ആണെന്ന് ഒരു കമൻറ്റ് കണ്ടു. സത്യമാണ്. പൊതുവേ ഞാൻ എൻ്റെ ഏത് ക്ലാസ് കണ്ടാലും അറിയാം, ഞാൻ ഒരിക്കലും ചുമ്മാ വർത്തമാനം പറഞ്ഞോ എന്നെ സ്വയം പുകഴ്ത്തിയോ ഒന്നും ഞാൻ ഒരിക്കലും സമയം നശിപ്പിക്കാറില്ല. കാരണം നിങ്ങൾ പഠിക്കാൻ വരുന്നത് നിങ്ങളുടെ സകലമായ പരിപാടികളും മാറ്റിവെച്ചിട്ട് നിങ്ങൾക്ക് സർവീസിൽ കയറണം എന്നൊരു ഉത്തമ ബോധ്യത്തോടു കൂടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് സർവീസിൽ കയറിയേ പറ്റൂ എന്നൊരു ഉറച്ച തീരുമാനത്തോടു കൂടിയിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ ക്ലാസ് കണ്ട് പഠിക്കാനായിട്ട് വരുന്നത്. അപ്പം നിങ്ങൾ ആ വീഡിയോ ക്ലാസ് കാണുമ്പോൾ നിങ്ങൾക്ക് ആവശ്യം എന്താ? നിങ്ങൾക്ക് എക്സാമിന് വേണ്ട സാധനങ്ങളാണ് നിങ്ങൾക്ക് ആവശ്യം. അല്ലാതെ നിങ്ങളിവിടെ വന്നിട്ട് ലക്ഷ്മി മിസ്സിൻ്റെ വീടെവിടെ, വീട്ടിൽ ആരൊക്കെയുണ്ട്, അല്ലെങ്കിൽ ഞാൻ എന്ത് ഭക്ഷണം കഴിച്ചു, എൻ്റെ സുഖവിവരങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നു, അല്ലെങ്കിൽ ഞാൻ എന്ത് സംഭവമാണ്, ഞാൻ മഹാനായ ഒരു സംഭവം അല്ലെങ്കിൽ മഹതിയായ ഒരു സംഭവമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഗുണഗണങ്ങൾ വിശേഷിപ്പിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ഒന്നുമില്ല. കേൾക്കുമ്പോൾ ഒരു രസം. ആ രസം എന്തിനാ വെറുതെ നമ്മളവിടെ സമയം വേസ്റ്റ് ആക്കുന്നത്? അതുകൊണ്ട് തന്നെ എനിക്ക് താല്പര്യമില്ല അങ്ങനത്തെ ഒരു കാര്യങ്ങൾ സംസാരിക്കാൻ. നമ്മൾ നേരത്തെ ഓഫ്ലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന സമയത്തും അതെ, ഞാൻ ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് പോകുന്ന ഒരു വ്യക്തിയാണ്. അല്ലാതെ വിശേഷങ്ങൾ പറഞ്ഞൊന്നും സമയം കളയാറില്ല. പക്ഷേ എൻ്റെ കുട്ടികളെ ഓരോരുത്തരെയും നമ്മൾ വെളിയിൽ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് മിക്കവാറും ഞാൻ കൂടുതൽ അമ്പലത്തിൽ പോകുന്ന കൂട്ടത്തിലാണ്, പല പല ക്ഷേത്രങ്ങളിൽ പോകാറുണ്ട്. അങ്ങനെയാണ് കൂടുതൽ ആൾക്കാരെയും കാണുന്നത്. പിന്നെ കാണുന്നത് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വെളിയിൽ ഇറങ്ങുന്ന സമയങ്ങളിൽ, എസ്പെഷ്യലി വല്ല മോൾസിലൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ കാണുന്നത്. അപ്പോഴൊക്കെ പിള്ളേർ വന്ന് നമ്മളോട് സംസാരിക്കാറുണ്ട്. ആ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് നേരം അവരോടൊപ്പം സ്പെൻഡ് ചെയ്യാറുണ്ട്. ഇഷ്ടമാണ് സംസാരിക്കാനായിട്ട്, അവരോടൊപ്പം ചേർന്ന് ഫോട്ടോ എടുക്കാനും. ചിലർ നമ്മൾ ഒരുമിച്ചിരുന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുള്ളവരൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഒരു വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പം ഇവിടെ നമ്മളുടെ ഉദ്ദേശം എന്താ? നിങ്ങൾ വന്നിരിക്കുന്നത് പഠിക്കാനാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടത് എന്താ? പഠിക്കേണ്ട സാധനമാണ്. സോ ഇത് ഞാനിപ്പം പറഞ്ഞ എന്തിനാന്നായിരിക്കും കമൻറ്റൊക്കെ കണ്ടപ്പം എനിക്കിഷ്ടമാണ് എല്ലാവരെയും, പക്ഷേ അതുകൊണ്ടൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ഭാഗത്തു നിന്ന് ഹായ് ഹലോ പരിചയം അല്ലെങ്കിൽ വിശേഷം ചോദിച്ചില്ല, എൻ്റെ വിശേഷം പറഞ്ഞില്ല എന്നൊന്നും ഓർത്ത് ആരും ഒരിക്കലും പരിഭവിക്കരുത്. നിങ്ങളെപ്പോഴും നിങ്ങളുടെ കാര്യം നോക്കിക്കോണം. അതായത് നിങ്ങളുടെ ലക്ഷ്യം പഠിക്കേണ്ടതാണ്. പഠിക്കാൻ എന്തെവിടുന്ന് കിട്ടുന്നോ അത് നിങ്ങൾ പെട്ടെന്ന് ക്യാപ്ചർ ചെയ്ത് പഠിക്കാൻ നോക്കുക. നമ്മൾ ഇങ്ങോട്ട് വരുവാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലികാവകാശങ്ങൾ. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 എന്തിനെക്കുറിച്ച് പറയുന്നത്? മൗലിക അവകാശങ്ങളെക്കുറിച്ച് പറയുന്നത്. ഓർത്ത് വെക്കുക, PSC പല പല എക്സാമിനേഷന് ചോദിച്ചിട്ടുണ്ട് മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 3. ഇപ്പം മാറിയ പാറ്റേണിലൊക്കെ നമ്മൾ പ്രസ്താവന കാണാറുണ്ട്. പ്രസ്താവനയും ഇങ്ങനെ ചോദിക്കാറുണ്ട് അല്ലേ? 3-4 പ്രസ്താവന തരും. അപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം, ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ 3-ാം ഭാഗമാണ് എന്ന് പറഞ്ഞിട്ട് തരും. വേറെ 3 കാര്യങ്ങളും കൂടി തരും. അപ്പം അങ്ങനെയും പഠിക്കാം. അപ്പം ഭാഗം 3 ഇന്ത്യൻ ഭരണഘടനയുടെ എന്തിനെക്കുറിച്ച് പറയുന്നത്? നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലിക അവകാശത്തെക്കുറിച്ച് പറയുന്നത്. അതുപോലെ തന്നെ അനുച്ഛേദം അല്ലെങ്കിൽ ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ പ്രതിപാദിക്കുന്ന എന്തിനെയാണ്? മൗലികാവകാശങ്ങളെക്കുറിച്ചാണ്. മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ എന്ന് പ്രസ്താവന ചോദിച്ചാലും അല്ലാതെ ചോദിച്ചാലും നിങ്ങളെ കൊണ്ട് എഴുതാൻ പറ്റണം. അപ്പം മൗലിക അവകാശങ്ങളെ ഓർത്തു വയ്ക്കുക. ഭരണഘടനയുടെ ഭാഗം 3 മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ എന്താണ്? മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ്. മൗലിക അവകാശം അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ആശയം നാം കടം കൊണ്ടിരിക്കുന്നത് എവിടുന്നാണ്?
അമേരിക്കയുടെ കയ്യിൽ നിന്നാണ്, അല്ലെ? അമേരിക്കയുടെ ബിൽസ് ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്ന ആശയത്തിൽ നിന്നും നാം കടം കൊടുത്തതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലികാവകാശം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഈ പറഞ്ഞിരിക്കുന്ന ഭാഗം 3. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ആർട്ടിക്കിൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. മൗലികാവകാശങ്ങൾ കടം കൊണ്ടിരിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ആരുടെ കയ്യിൽ നിന്നാണ്? അമേരിക്കയുടെ കയ്യിൽ നിന്നാണ്. അടുത്തത് മൗലികാവകാശങ്ങളുടെ ശില്പി. മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേലാണ് എന്ത്? മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു ആമുഖത്തിന്റെ ശില്പി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ പിതാവ് ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. അതുപോലെ തന്നെ മൗലികാവകാശം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഇന്ത്യയുടെ മാഗ്ന കാർട്ട. PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്താണ്? അത് മൗലിക അവകാശമാണ്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് മൗലിക അവകാശമാണ്. അതുപോലെ തന്നെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സ്വാതന്ത്ര്യത്തിന്റെ വിളക്ക്. PSCയുടെ മറ്റൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. സ്വാതന്ത്ര്യത്തിന്റെ വിളക്ക് എന്നറിയപ്പെടുന്ന എന്താണ്? അതും മൗലിക അവകാശമാണ്. അതുപോലെ ഭരണഘടനയുടെ ആണിക്കല്ല്, അല്ലെ? ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് എന്താണ്? മൗലിക അവകാശമാണ്. അപ്പൊ മൗലികാവകാശം പഠിക്കുമ്പം ഇതെല്ലാം ഓർമ്മപ്പെടുത്തണം. ഏതൊക്കെയാണ്? ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. ഭരണഘടനയുടെ ആണിക്കൽ എന്നറിയപ്പെടുന്നത് എന്താണ്? നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിന്റെ വിളക്ക് എന്നറിയപ്പെടുന്നത് എന്താണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. ഈ കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കണം. നമ്മൾ അമേരിക്കയുടെ ബിൽസ് ഓഫ് റൈറ്റ്സിൽ നിന്നും കടമെടുത്ത ആശയമാണ് എന്ത്? മൗലികാവകാശങ്ങൾ. മൗലികാവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേൽ. ഭാഗം 3 ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 മൗലികാവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് മൗലികാവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം അല്ലെങ്കിൽ ആർട്ടിക്കിൾ. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. വ്യക്തമായാലും ഇല്ലെങ്കിലും ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് കണ്ണടച്ചിരുന്ന് ഇത്രയും ഒന്ന് റിവൈസ് ചെയ്യാൻ ശ്രമിച്ചേ. എന്ന് വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ടൊന്ന് 1 മിനിറ്റ് കണ്ണടച്ചിരുന്നിട്ട് ഇത്രയും റിവൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയേ. എത്ര പോയിന്റ്സ് പറഞ്ഞു? 1 2 3 4 5 6 7 പോയിന്റ്സ് വന്നിട്ടുണ്ട്. 7 പോയിന്റ്സും റിവൈസ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയേ. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. PSCയുടെ മറ്റൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അതും കൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പം നമ്മൾ കണ്ടു ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല്, സ്വാതന്ത്ര്യത്തിന്റെ വിളക്ക്, ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന എന്താണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലികാവകാശമാണ്. മൗലികാവകാശങ്ങളുടെ കാവൽക്കാരൻ, ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്ന ഏതാണ്? സുപ്രീം കോടതിയാണ്. ഓർത്തു വെക്കുക. അപ്പൊ ഇവിടെ ഞാൻ നമ്മുടെ നിലവിലെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് എഴുതിയിട്ടിരിക്കുന്നത്. നോക്കുക, സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. ഇങ്ങനെ 1 2 3 4 5 6 മൗലികാവകാശങ്ങളാണുള്ളത്. ഓർത്തു വയ്ക്കുക, നമുക്ക് എത്ര മൗലികാവകാശമുണ്ട്? 6 മൗലികാവകാശങ്ങളാണുള്ളത്. അപ്പോൾ ഒരു കാര്യം ഓർത്തു വെക്കുക, ആദ്യം നമുക്ക് എത്രയുണ്ടായിരുന്നു? 7 മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു. അതേതായിരുന്നു? സ്വത്തിനുള്ള അവകാശം, അല്ലെ? അപ്പം മൗലികാവകാശങ്ങളിൽ ഒന്നായിരുന്നു എന്ത്? സ്വത്തിനുള്ള അവകാശം. അതിനെ എടുത്തു മാറ്റിയിട്ട് അതിപ്പോൾ എന്തായി മാറ്റി? ലീഗൽ റൈറ്റ്സ് ആക്കി മാറ്റി, നിയമ അവകാശമാക്കി മാറ്റി. ആർട്ടിക്കിൾ 300A എന്തായി? മൗലികാവകാശങ്ങളിൽ 7ാമത്തെ മൗലികാവകാശമായിരുന്ന സ്വത്തിനായുള്ള അവകാശത്തെ എന്തായി മാറ്റി? അതിനെ ലീഗൽ റൈറ്റ്സ് അല്ലെങ്കിൽ നിയമ അവകാശമായിട്ട് മാറ്റി എന്നും കൂടി ഇതോടൊപ്പം ഓർത്തു വയ്ക്കുക. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ് സമത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇതൊക്കെ പ്രസ്താവനയായിട്ടും അല്ലാതെയും PSC ചോദിക്കാം. അപ്പോൾ പ്രസ്താവനയായിട്ട് ചോദിക്കുമ്പോഴത്തേക്കും 4 പ്രസ്താവന തരും. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ നമ്പർ തെറ്റിച്ച് തന്നു കഴിഞ്ഞാലും കൺഫ്യൂഷൻ ഉണ്ടാവും. ഓർക്ക് വെച്ചാൽ 4 സമത്വത്തിലുള്ള അവകാശമാണത്. 14 മുതൽ 18 വരെ, 14, 15, 16, 17, 18 അല്ലേ? അപ്പോൾ 14 മുതൽ 18 വരെയാണ് എന്ത് പറയുന്നത്? സമത്വത്തിനുള്ള അവകാശം. 19 മുതൽ 22 വരെ എന്താണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. 14, 18 സമത്വം. 19 തൊട്ട് 22 വരെ എന്താണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 23, 24 മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. റിപ്പീറ്റ് ചെയ്തേ. 14 മുതൽ 18 വരെ എന്താണ്?
സമത്വത്തിനുള്ള അവകാശം, 19 മുതൽ 22 വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, 23, 24 ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യമല്ല ചൂഷണത്തിനെതിരെയുള്ള അവകാശം. ഓക്കെ, അടുത്തത് മതസ്വാതന്ത്ര്യമാണ്. 25, 28 ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. വീണ്ടും ബാക്കിലേക്ക് 14 മുതൽ 18 വരെ സമത്വം, 19 മുതൽ 22 വരെ സ്വാതന്ത്ര്യം, 23, 24 ചൂഷണം, 25 മുതൽ 28 വരെ എന്താണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അടുത്തത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശമാണ് 29 മുതൽ 30 വരെ. പിന്നെയുള്ളത് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം 32. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് ഓരോന്നും മനസ്സിലാക്കണം. അതായത് സമത്വത്തിനുള്ള അവകാശം ഏതൊക്കെയാണ്, അപ്പോൾ ആർട്ടിക്കിൾ 14 ഏതാണ്, 15 ഏതാണ്, 16 ഏതാണ്, 17 ഏതാണ് എന്നിങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. അത് എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് മനസ്സിലാക്കണം. അപ്പോൾ ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. കാരണം തൊണ്ട ഒരു കിരികിരി ഭയങ്കര ഇറിറ്റേഷൻ സംസാരിക്കുമ്പോൾ, അതുകൊണ്ട് ഞാനിവിടെ നിർത്തുവാണ്. ഇതിൻ്റെ അടുത്ത ക്ലാസ് നാളെ വൈകിട്ട് 7 മണിക്കുണ്ടായിരിക്കും, കാണുക, അവിടെ നമുക്ക് പഠിക്കാം. ഓക്കെ, താങ്ക്